ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലത്തിന് പിന്നാലെ മഹാരാഷ്ട്രയിൽ നാടകീയ നീക്കങ്ങൾ. അജിത് പവാറിന്റെ മുംബൈയിലെ വസതിയിൽ എൻസിപി നേതാക്കളുടെ അടിയന്തര യോഗം തുടങ്ങി. ബിജെപി തെരഞ്ഞെടുപ്പിൽ സഹകരിച്ചില്ല എന്ന് അജിത് പവാർ വിഭാഗം ആരോപിച്ചിരുന്നു. ശ്രീനാഥ് ചന്ദ്രൻ മുംബൈയിൽ നിന്ന് ചേരുന്നു. ശ്രീനാഥ്, ഈ തെരഞ്ഞെടുപ്പ് ഫലത്തിന് പിന്നാലെ മഹാരാഷ്ട്രയിലെ നാടകീയ നീക്കങ്ങൾ അവസാനിക്കുന്നില്ല എന്നുള്ളതാണല്ലോ. കനത്ത പ്രഹരമേൽക്കേണ്ടി വന്നതിന്റെ സാഹചര്യത്തിൽ എൻസിപിയിൽ യോഗം ചേരുമ്പോൾ ഏതൊക്കെ പ്രധാനപ്പെട്ട നേതാക്കൾ എത്തിച്ചേർന്നിട്ടുണ്ട്? എങ്ങനെയാണ് ഈ യോഗം? മഹാരാഷ്ട്രയിൽ എൻ ഡിയുടെ ഭാവി തന്നെ ഒരുപക്ഷെ നിർണ്ണയിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. ഇന്നത്തെ യോഗങ്ങൾ ആ തരത്തിലാണ്. ഞാനിപ്പോൾ ഉള്ളത് മലബാർ ഹില്ലിലെ അജിത് പവാറിൻ്റെ വസതിക്ക് മുന്നിലാണ്. ഇവിടെ സുനിൽ തത്കരെ അടക്കം, അതായത് അജിത് പവാർ വിഭാഗത്തിൽ നിന്ന് വിജയിച്ച ഒരേയൊരു MP, സംസ്ഥാനത്തിൻ്റെ ചുമതലയുള്ള അധ്യക്ഷൻ, അദ്ദേഹം അടക്കമുള്ള ഏറ്റവും അടുത്ത അജിത് പവാറിൻ്റെ ഏറ്റവും ക്ലോസ് ആയിട്ടുള്ള പ്രധാനപ്പെട്ട നേതാക്കളാണ് ഇപ്പോൾ വസതിയിലേക്ക് എത്തിയിട്ടുള്ളത്. മലബാർ ഹില്ലിലെ ദേവ്ഗിരി ബംഗ്ലോയിലാണ് ഇപ്പോൾ ചർച്ചകൾ പുരോഗമിക്കുന്നത്. ഇതൊരു അനൗദ്യോഗിക ചർച്ചയാണ്. അതിനുശേഷം വൈകിട്ട് MLA-മാരെയും തന്നോടൊപ്പമുള്ള MLA-മാർ, അതുപോലെ നിലവിൽ ഉള്ള MP-മാർ, ഇവരുടെയൊക്കെ തന്നെ ഒരു യോഗം വൈകിട്ട് 5 മണിയുടെ ട്രൈഡന്റ് ഹോട്ടലിൽ വിളിച്ചിട്ടുണ്ട്. ആ യോഗത്തിൽ വെച്ച് ഇന്ന് ഈ ഉന്നത നേതൃത്വം എടുക്കുന്ന തീരുമാനം വിശദീകരിച്ച് നൽകുകയാവും അജിത് പവാർ ചെയ്യുക. ഏതായാലും അജിത് പവാറിനെ സംബന്ധിച്ചിടത്തോളം കടുത്ത അമർഷം അദ്ദേഹത്തിന് നിലനിൽക്കുന്നുണ്ട്. ഈ സീറ്റ് വിഭജന സമയത്ത് തന്നെ 4 സീറ്റിൽ മാത്രം അദ്ദേഹത്തെ ഒതുക്കി നിർത്തിയതിൽ വലിയ അമർഷം അദ്ദേഹത്തിനുണ്ടായിരുന്നു. നരേന്ദ്രമോദിയുടെ തെരഞ്ഞെടുപ്പ് റാലികളിൽ നിന്ന് പോലും അദ്ദേഹം വിട്ടുനിൽക്കുന്ന സാഹചര്യം വരെ ഉണ്ടായി. അതിനുശേഷമാണ് ബാരാമതിയിൽ സുനേത്ര പവാർ അജിത് പവാറിൻ്റെ ഭാര്യയെ മത്സരിപ്പിക്കണമെന്നുള്ള സഖ്യത്തിലെ മറ്റു പാർട്ടികളുടെ കൂടി നിർദ്ദേശപ്രകാരം അവരുടെ കൂടി ഒരു സമ്മർദ്ദ ഫലമായി മത്സരിപ്പിക്കാൻ വേണ്ടി നിർത്തുന്നത്. പക്ഷേ ബാരാമതിയിൽ പോലും സുനേത്ര വലിയ തോൽവി നേരിട്ടപ്പോൾ അതിന് പിന്നിൽ തന്നോടൊപ്പമുള്ള മറ്റു കക്ഷികൾ BJP-യും ഷിൻഡെയുമാണ് എന്ന് അജിത് പവാർ വിഭാഗത്തിലെ വക്താവ് തന്നെ കഴിഞ്ഞ ദിവസം പറയുന്ന സാഹചര്യമുണ്ടായി. അങ്ങനെ അവരുടെ ഒരു അമർഷം അത് പരസ്യമായി പുറത്തേക്ക് വരുന്ന ഒരു സാഹചര്യമുണ്ട്. നിലവിലെ സാഹചര്യത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് അടക്കം മുന്നിൽ നിൽക്കുന്ന സാഹചര്യത്തിൽ ഇപ്പോഴത്തെ സ്ഥിതിയിൽ മുന്നോട്ട് പോയാൽ കാര്യങ്ങൾ വഷളാകും, തൻ്റെ രാഷ്ട്രീയ ഭാവിയെ തന്നെ അത് ബാധിക്കും എന്നുള്ള നിഗമനത്തിലേക്ക് അജിത്ത് എത്തുകയാണ്. ഇന്നലത്തെ NDA യോഗത്തിൽ നിന്ന് അദ്ദേഹം വിട്ടുനിന്നപ്പോൾ തന്നെ അമർഷം ഏതാണ്ട് ഗൗരവമുള്ളതാണ് എന്ന കാര്യം വ്യക്തമായിരുന്നു. ശരത് പവാർ വിഭാഗം അതേസമയം അജിത് പവാറിനെ അനുനയിപ്പിക്കാനുള്ള സാധ്യതകൾ ഇപ്പോൾ തേടുന്നുണ്ട് എന്നതാണ് മനസ്സിലാക്കുന്നത്. രോഹിത് പവാർ തന്നെ 12ഓളം MLA-മാരുമായി ചർച്ച തുടങ്ങി എന്ന് പറയുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ രാഷ്ട്രീയ തലത്തിൽ മഹാരാഷ്ട്രയിൽ വരുന്ന ദിവസങ്ങളിൽ ഒരുപക്ഷെ വലിയ രാഷ്ട്രീയ മാറ്റങ്ങൾ, സമവാക്യങ്ങളൊക്കെ തന്നെ കാണാനുള്ള സാധ്യതയുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പ് കൂടി അടുത്തു വരുന്ന സാഹചര്യത്തിൽ തൻ്റെ നിലനിൽപ്പ് സുരക്ഷിതമാക്കേണ്ട ഒരു സാഹചര്യം, ബാധ്യത കൂടി അജിത് പവാറിന് ഈ ഘട്ടത്തിൽ വന്നു ചേരുകയാണ്. ശരി, മഹാരാഷ്ട്രയിൽ നിർണായക യോഗമാണ് ഇപ്പോൾ ചേരുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലത്തിന് പിന്നാലെ ഏറ്റ കനത്ത തോൽവിയും കൂടിയാണ് BJP-ക്കെതിരെ ഇപ്പോൾ അജിത് പവാർ രംഗത്തെത്തിയിരിക്കുന്നത്. അജിത് പവാറിന്റെ മുംബൈയിലെ വസതിയിൽ NCP നേതാക്കളുടെ അടിയന്തര യോഗം തുടങ്ങിയിരിക്കുകയാണ്. വിശദമായ വിവരങ്ങളാണ് ശ്രീനാഥ് ചന്ദ്രൻ മുംബൈയിൽ നിന്ന് നൽകിയത്.